നഗരസഭയിൽ കോർഡിനേറ്ററായി കിട്ടിയതുകൊണ്ട് അതിന്റെ പ്രയോജനം മറ്റുള്ള മുഴുവൻ ആളുകൾക്കും യഥാർത്ഥത്തിൽ പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കി ഈ രംഗത്തേക്ക് കൊണ്ടുവരുവാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആവശ്യമായ ട്രെയിനിങ് നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ട്രെയിനിങ്ങിലൂടെ മറ്റുള്ള മുഴുവൻ കർഷകരെയും ഈ മത്സ്യകൃഷി കർഷകരെയും വിളിച്ച് അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് എല്ലാ സ്ഥലത്തും ഇതുപോലെ ചെറിയ ചെറിയ ജലാശയങ്ങളിൽ മത്സ്യം വളർത്തി കൊണ്ടുവരാൻ, അതിലൂടെ നമ്മുടെ നാട്ടിലെ ധാരാളം മത്സ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ജനങ്ങൾക്ക് അത് വലിയ പ്രയോജനം ചെയ്യും. ഇപ്പോൾ നമ്മുടെ വിവിധ സ്ഥലങ്ങളിലായ നമ്മുടെ പ്രിയപ്പെട്ട എംഎൽഎയും കേരള ജലവകുപ്പ് മന്ത്രിയുമായ പി.ജെ. ജോസഫ് സാറ് ഈ വേദിയിലേക്ക് കടന്നുവരുന്നു. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിക്കുന്നില്ല. ജോസഫ് സാർ ഇതിനെ പറ്റിയൊക്കെ കൂടുതൽ കാര്യങ്ങൾ പറയും. വളരെ ഈ കാര്യങ്ങളിൽ വളരെ തൽപരനായ ഒരാൾ കൂടിയാണ്. ഇത് കൃഷി സംബന്ധമായ കാര്യങ്ങൾ പറയുന്നത് കൃഷിയോട് അനുബന്ധമായ ഒരു കാര്യം കൂടിയാണ് ഈ മത്സ്യകൃഷി എന്നുള്ളത് കൊണ്ട് ഇതിനെപ്പറ്റിയൊക്കെ സൂചിപ്പിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. നിങ്ങളുടെ ഈ മുതലക്കം വലിയ വിജയകരമായി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം. 2015 ആകുമ്പോഴത്തേക്കും ഈ പ്രദേശത്തെ നമ്മുടെ തൊടുപുഴയിൽ ആവശ്യത്തിനുള്ള മത്സ്യം നമുക്ക് ഈ മുതലക്കുടത്തുനിന്നും അതുപോലെ തന്നെ നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഇതുപോലെ തുടങ്ങുന്ന സ്ഥലങ്ങൾ ജലാശയങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന മത്സ്യങ്ങൾ വിറ്റുകൊണ്ട് തൊടുപുഴയിൽ പുറത്തുനിന്ന് മത്സ്യം കൊണ്ടുവരാതെ തന്നെ നമുക്ക് ആവശ്യമുള്ളിടത്തോളം മത്സ്യം നമ്മുടെ തൊടുപുഴ വിറ്റഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുവേണ്ടിയുള്ള പ്രവർത്തനവുമായി എല്ലാവരും ഈ രംഗത്ത് തൽപരരായ കർഷകരെ സംബന്ധിച്ചിടത്തോളം ചില കർഷകർക്ക് വലിയ താല്പര്യം, മീൻ പിടിക്കാനൊക്കെ വലിയ താല്പര്യം സംബന്ധിച്ചിടത്തോളം ചില കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ താറാവ് വളർത്തുവാനും അത് മത്സ്യസമൃദ്ധി നമ്മുടെ ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രിയും ഗാന്ധി സ്റ്റഡി സെന്റർ ചെയർമാനുമായ ശ്രീ പി.ജെ. ജോസഫ് സാറിനെ ക്ഷണിച്ചോളുന്നു. ശ്രീ എം.സി. മാത്യു, ശ്രീ കെ.ജി. ആന്റണി, ശ്രീ ആർ. മാത്യു, ശ്രീ വി. നൌഷാദ്, ശ്രീ കെ.എ. ജോസ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ മീൻ കുഞ്ഞുങ്ങളെ വിട്ടത് ഞാൻ തന്നെയാണ്. അപ്പോ ഇന്ന് തന്നെ പിടിക്കുകയാണ്. മുഴുവൻ ഒന്നിച്ച് പിടിക്കുകയാണോ? എത്ര കിലോ കാണും? കിലോയ്ക്ക് എന്നാ വിലയുണ്ട്? 150 രൂപ. ഒരു 2 കിലോ എനിക്ക് ഒന്നറിയണം. എന്നാ വെറൈറ്റി എന്നാ? കട്ട്ലയാണോ? അതിന് നല്ല മീൻ ഏതാ? ഏറ്റവും ടേസ്റ്റുള്ള മീൻ കട്ട്ലയാണോ ഗ്രാസ് കാർപ്പാണോ? 2.5 കിലോ ഉണ്ട്. അപ്പൊ ഒരു മീൻ മതി. ഒരെണ്ണം മേടിച്ചാൽ വിലയും കൊടുത്തേക്കണം കേട്ടോ. അപ്പൊ ഈ വെറുതെ കിടക്കുന്ന ഈ കുളങ്ങളിൽ മുഴുവൻ, ഈ പാടത്ത് മുഴുവൻ മീൻ വളർത്താൻ പാടില്ല. വെറുതെ എന്തിനാ തരിശായിട്ട് കിടക്കുന്നത്? ഇവിടെ എല്ലാ കുളം തീർത്ത് മീൻ വളർത്താം. അതിന് പ്രചോദനമായി തീരട്ടെ. ഏതായാലും നെൽകൃഷിയില്ല. തിട്ടയുണ്ടാക്കിയിട്ട് ഈ കരയ്ക്ക് തെങ്ങുകൾ നന്നായിരിക്കുന്നു കേട്ടോ. അപ്പോ ഈ തിട്ടയെക്കൂടെ മുഴുവൻ തെങ്ങും വെക്കാം. ഇച്ചിടെ വീതി തിട്ട ഉണ്ടാക്കണം. തിട്ടയ്ക്ക് ഇച്ചിടെ ഉയരം വേണം. എന്നിട്ട് ആ തെങ്ങ് തിട്ടയെക്കൂടെ തെങ്ങും വെക്കാം. നല്ല തെങ്ങും തൈ കിട്ടുന്നുണ്ടോ? വരാമെന്ന് പറഞ്ഞാൽ ബുക്ക് ചെയ്യണം. ചെയ്യാണ്ട് എല്ലാം മേടിച്ചു പോയി. അരിക്കുള ഫാമിലുണ്ട്. അരിക്കുള ഫാമിലെ നാടൻ തെങ്ങ് കിട്ടിയിട്ട് കാര്യമില്ല. ഡി&ടി അധികമൊന്നും കാണിയല്ല. വളരെ കുറവ്. ഡി&ടിയോ അല്ലെങ്കിൽ ഈ കായംകുളത്തെ ടി&ടി കേടുള്ള പ്രദേശങ്ങളിൽ കേടില്ലാത്ത തെങ്ങ് കണ്ടെത്തി അത് നമ്മൾ ക്രോസ് ചെയ്യേണ്ട തെങ്ങ് വേണം. അരിക്കുള ഫാമിലെ സാധാരണ തെങ്ങ് മേടിച്ചു വെച്ചിട്ട് കാര്യമില്ല. അത് വലിയ ഗുണം ചെയ്യല. അപ്പോ കാരണ്ടി വന്ന് കണ്ടതല്ലോ ഇരിക്കുന്നത്. കാരൻ ദ്വീപിലെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ തെങ്ങും മത്സ്യവും, നെല്ലും മത്സ്യമായാലും കുഴപ്പമില്ല കേട്ടോ. നെല്ല് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ. നെല്ല് കഴിഞ്ഞാണോ? നെല്ലും മത്സ്യവും പിന്നെ
ഇടയ്ക്ക് തിട്ടയുണ്ടാക്കി തെങ്ങും വയ്ക്കുക. കപ്പ തെങ്ങിനടക്കി വെച്ചാൽ ശരിയാവില്ല, ഉള്ള എലിയെല്ലാം കയറി പ്രശ്നം ഉണ്ടാക്കും. കുറച്ചു കഴിഞ്ഞാൽ കള്ളും വയ്ക്കാം, തെങ്ങ് ചെത്താൻ കൊടുക്കണം. ഞാന് തെങ്ങ് 450 രൂപയ്ക്കാണ് ചെത്താൻ കൊടുക്കുന്നത്. ഒരു മാസം 8 മാസം ചെയ്യും. ഇല്ല, ഇനി കൊടുക്കുന്നില്ല. 2 തെങ്ങ് കളഞ്ഞു. എന്നാലും ഒരു 3000 രൂപ ഒരു തെങ്ങിന് കിട്ടും ചെത്താൻ കൊടുത്താൽ ഒരു വർഷം. അപ്പൊ 50 തെങ്ങ് ഉണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപ. എല്ലാ തെങ്ങിനും കള്ള് കാണില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. ചെത്തി നോക്കിയിട്ട് കള്ളുള്ളവർ എടുക്കുള്ളൂ. അപ്പൊ അതും കൂടെ ഒന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ നാടൻ തെങ്ങ്, ഈ CPC അറേന്ന് കിട്ടുന്ന നാടൻ തെങ്ങാണ് ഏറ്റവും നല്ലത്. അപ്പോ മീൻ എത്ര പ്രതീക്ഷിക്കുന്നത്, എത്ര കിലോയെ മൊത്തം നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് 4 കുളത്തിൽ നിന്ന്? എത്ര കിലോ പ്രതീക്ഷിക്കുന്നുണ്ട് 4 കുളത്തിൽ നിന്ന്? 1.5 ടൺ. 1.5 ടൺ. അപ്പൊ ടണ്ണിന് 150 രൂപ വെച്ചാകുമ്പോ എത്രയായി? വിലയും കൂടെ പറ. 1.5 ലക്ഷം. 1/2 ഏക്കറുണ്ടോ ഇത്? 1 ഏക്കറിൽ ഇത്രയും കുളമോ? ഇതൊന്നും 1 ഏക്കറില്ല. 1 ഏക്കറിലാണോ? 1 ഏക്കറിൽ നിന്ന് 1.5 ലക്ഷം രൂപ മത്സ്യം. മോശമായ കാര്യമല്ല. ബാക്കിയുള്ളവരും കൂടെ കൃഷി ചെയ്താൽ മതി. അവിടെ വളം തൂടുന്നുണ്ടല്ലോ. നെല്ല് കളയണ്ട. നെല്ലും കുട്ടനാട്ടിൽ ഞാൻ പോയപ്പോഴേ ഇവനെ അങ്ങ് ഇതുണ്ടാക്കിയിട്ട്, തൂമ്പുണ്ടാക്കിയിട്ട് മീനെ അങ്ങ് ഇറക്കി വിടുക. പ്രകൃതി സംരക്ഷണക്കാരുമായിട്ട് യോജിച്ച് ഒരു നെല്ല് കുഴപ്പമുണ്ട്. അത് വലിയോട്ടെ, കുഴപ്പമൊന്നും ഉണ്ടായില്ല. മീൻ വളർന്നുകൊണ്ടല്ലോ. അതെനിക്ക് തോന്നുന്നു അവരുമായിട്ട് ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തിട്ട് ഒരു നെല്ലും ഒരു മത്സ്യവും എന്നുള്ള നിലയിൽ അംഗീകരിപ്പിച്ചിട്ടുണ്ട്. അത് കുട്ടനാട്ടിൽ പോലും അംഗീകരിച്ചതാണല്ലോ. കുട്ടനാട്ടിൽ ഒരു നെല്ലും ഒരു മത്സ്യവും അംഗീകരിച്ചിരിക്കുന്ന നയവാ. 4000 ഏക്കറിലാണ് കൃഷി. ഒരു വളവും ചെയ്യണ്ട നെല്ലിന്. ഇതിന് മീനിന്റെ കാഷ്ടമെല്ലാം കൂടെ ഇട്ടിട്ട് വെറുതെ ചെയ്താൽ, അതുപോലെ തന്നെ മരുന്നും അടിക്കണ്ട. അല്ല, ഒന്നാന്തരമായിട്ട് നെല്ലുണ്ടാവും. ഞാൻ പോയി കണ്ടതാ കുട്ടനാട്ടിൽ കുമരകം ഭാഗത്തെല്ലാം 4000 ഏക്കർ കൃഷിയുണ്ട്. അത് മനസ്സിലാക്കാതെ എവിടെ എതിർപ്പുണ്ടാക്കുന്നത്? അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ചുമ്മാ കേസ് കൊടുത്താൽ ആരെങ്കിലും കേസെടുക്കും. പരാതി കൊടുത്തെന്ന് വിചാരിച്ച് കേസുണ്ടാവണം നിർബന്ധമില്ല. അതുകൊണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഇതിലേക്ക് കൊണ്ടുവരണമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു നെല്ലും മീനും എന്നുള്ള മുദ്രാവാക്യം അംഗീകരിപ്പിക്കണം. താറാവിന് ഇവിടെ തന്നെയാണ് വിടുന്നത്. ആ മീനെ പിടിക്കരുത്. അല്ല, 3 മാസം കഴിഞ്ഞാൽ താറാവ് പിന്നെ പിടിക്കരുന്നാ. അത് മനസ്സിലായോ? 3 മാസം കഴിഞ്ഞാൽ പിടിക്കരുന്നാണ്. അപ്പൊ താറാവിന് എന്നാ കഴിക്കാൻ കൊടുക്കുന്നത്? വെറുതെ ഒരു താറാവിന് ഇപ്പം തരണമെങ്കിൽ എത്ര രൂപയ്ക്ക് തരും? 1 കിലോയിൽ കൂടുതലുണ്ടോ താറാവ്? എന്നാ ജോസെ ഒരു താറാവിനെയും മേടിച്ചു, 2 താറാവിനെയും മേടിച്ചു കേട്ടോ. 2 താറാവും 1 മീനും. 2 കിലോ മീനാ പറഞ്ഞത്. ഒരെണ്ണം 2.5 കിലോ ഉണ്ടെന്ന് പറഞ്ഞു. 2 കിലോ മീൻ പറഞ്ഞിട്ടുണ്ട്. 1 മീനും 2 താറാവും. ഇപ്പൊ തന്നെ പാക്ക് ചെയ്ത് കയറ്റിയോ താറാവ്?